കൊച്ചിയിൽ വയോധികയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. കമ്മട്ടിപ്പാടത്താണ്. അവിടെ റെയിൽവേ ട്രാക്കിനടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഏകദേശം 59 വയസ്സുള്ള ഒരു അമ്മേനെയാണ് ബലാത്സംഗം ചെയ്ത് ഉപേക്ഷിച്ചത്. നമുക്ക് ആ വാർത്ത ആദ്യം കേൾക്കാം. കൊച്ചിയിൽ വൃദ്ധയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. സ്വകാര്യ ഭാഗങ്ങളിലും ശരീരത്തിലും ഗുരുതരമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാരനായ പ്രതി പിടിയിലായിരിക്കുന്നു. വിവരങ്ങളുമായി NK ഷിജു ചേരുകയാണ്. ഷിജു, ഞെട്ടിക്കുന്ന സംഭവം എപ്പോഴാണ് നടന്നിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ഇത് ഈ കഴിഞ്ഞ 13-ാം തീയതി വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഏതാണ്ട് കമ്മട്ടിപ്പാടത്തിന്റെ ഭാഗത്ത് റെയിൽവേ യാർഡിനോട് ചേർന്നാണ് 62 വയസ്സുള്ള വൃദ്ധയെ ഇതര സംസ്ഥാനക്കാരൻ അവരെ ചില ആവശ്യങ്ങൾ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അവരുടെ സ്വകാര്യ ഭാഗത്ത് ഗുരുതരമായി മുറിവേറ്റിരുന്നു. ശരീരത്തിൽ ഇയാൾ കടിച്ചടക്കം പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലായ സ്ത്രീയെ പിന്നീട് പോലീസും നാട്ടുകാരും ചേർന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇവർ നൽകിയിട്ടുള്ള മൊഴിയും പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിന്റെയും ഇടയിൽ CCTVയുടെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമാണ് ഈ പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുകയും ഇന്ന് പിടിയിലാവുകയും ചെയ്തിട്ടുള്ളത്. അസം സ്വദേശി ഫിർദൌസ് ആണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇയാൾ ആണ് ഈ വൃദ്ധയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. അവർ സ്വന്തമായി അധികം ബന്ധുക്കളില്ലാത്ത സ്ത്രീയാണ്. അവർ ഈ റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിലടക്കം താൽക്കാലിക ജോലിയൊക്കെ ചെയ്ത് എറണാകുളത്തും പരിസരത്തുമായി ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഇതിനിടയിലാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് അപരിചിതനായ ഇയാൾ ഈ വൃദ്ധയെ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടി തൊട്ടടുത്തേക്ക് പോവുകയും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് വെച്ച് അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു. എന്തായാലും പ്രതിയെ കടവന്ത്ര പോലീസ് പിടികൂടിയിട്ടുണ്ട്. നാളെയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വാർത്തയിൽ ഇതിപ്പം ശരിക്കും 2 ദിവസം മുന്നേ വന്ന വാർത്തയാണ്. പക്ഷെ 13-ാം തീയതിയാണ് ഈ സംഭവം നടന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ 13-ാം തീയതി നടന്ന സംഭവം 16-ാം തീയതി രാത്രിയാണ് ഞാൻ ഈ വാർത്ത കാണുന്നത്. കമ്മട്ടിപ്പാടത്ത് റെയിൽവേ ട്രാക്കിലാണ് ഈ സംഭവം. 59 വയസ്സെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ അത് 62 വയസ്സെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇവിടുത്തെ അധികാരപ്പെട്ട ആൾക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബലാത്സംഗങ്ങൾ, കൊലപാതകങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിയമം ശക്തമാക്കുന്നില്ല? ഇപ്പം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നവരെ ഒന്നും പറയാൻ പാടില്ല, കാരണം അതിഥികളാണ്. കേരളത്തിൻ്റെ അതിഥികളാണ് അവർ. ഒന്നും പറയാൻ പാടില്ല. എന്ത് തോന്നിവാസം കാണിച്ചാലും പഞ്ചപുച്ഛ മടക്കി നോക്കി നിന്നോണം. ഇനി പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ, ജയിലിൽ കൊണ്ടുപോയിട്ടോ എന്താ ചെയ്യുന്നത്? തീറ്റിപ്പോറ്റുന്നു. ഒരു ഗോവിന്ദച്ചാമി വർഷങ്ങൾക്ക് മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ സിനിമാ താരം മണിക്കുട്ടനേക്കാളും ഗ്ലാമറാണ്. പോയപ്പോൾ ഒരു പേക്കോലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈയിടെ അറസ്റ്റ് ചെയ്ത പെൺകുട്ടീനെ റേപ്പ് ചെയ്ത് കൊല ചെയ്ത അയാൾ തൂക്കാൻ വേണ്ടി വിധിച്ചു. പക്ഷെ തൂക്കിയോ? ഇല്ല. ആ വാർത്ത കഴിഞ്ഞു, അത് മുങ്ങി. ഇനി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്ന നാളെ? പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അകത്തിട്ടിട്ട് ജനങ്ങളുടെ നികുതി പണം വെച്ചിട്ട് ഭക്ഷണം കൊടുക്കും. 1-2 വർഷം കഴിയുമ്പോൾ അവനെ കോടതി ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോഴേക്കും കാണാൻ പറ്റും വെളുത്ത് തുളുത്ത് ഒരു ഫിലിം സ്റ്റാർ ലുക്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും മാറേണ്ടത് ആരാണ്? ജനങ്ങളാണോ നിയമങ്ങളാണോ? എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളിവിടെ സംഭവിച്ചിട്ടും ഈ നിയമങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരുന്നില്ല? അധികാരപ്പെട്ടവർ എന്തുകൊണ്ട് അതിന് ശ്രദ്ധിക്കുന്നില്ല? മുൻപൊക്കെ ആണെങ്കിൽ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ ആയിരുന്നു കൂടുതലായിട്ട് ഈ റേപ്പിന് പെൺകുട്ടികളായിരുന്നു വിക്ടിം ആയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ പ്രായം ഒരു വിഷയമല്ല. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ 90 വയസ്സുള്ള അമ്മൂമ്മമാർ വരെ ഇതിന് ഇരയാകപ്പെടുകയാണ്. ആ ഒരു വാർത്ത വരുന്ന സമയത്ത് ഒരു ഹാളിളക്കം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോളിളക്കം ഉണ്ടാകും. അത് കഴിയുമ്പോൾ 1-2 ദിവസം അത് കഴിഞ്ഞു. ഇതിപ്പോൾ എത്ര എണ്ണമായി? അന്യസംസ്ഥാന തൊഴിലാളികൾ റേപ്പ് ചെയ്ത് കൊല ചെയ്യുന്ന, അല്ലെങ്കിൽ റേപ്പ് ചെയ്തിട്ട് പോകുന്ന എത്ര കേസുകളായി? എന്നിട്ടും ഇവർക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പറ്റുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? എവിടെയോ ആർക്കോ സംഭവിച്ച കാര്യം. ഏതൊരു സ്ത്രീ, അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടി, ഏതൊരു കുഞ്ഞ്, ആ സമയത്തുള്ള ഒരു ഹാളിളക്കം മാത്രം. അത് കഴിയുമ്പോൾ കഴിഞ്ഞു. എന്ന് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും? ഏത് കാലത്തുണ്ടാവും?
അധികാരപ്പെട്ടവർക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ല. അവർക്ക് യാത്ര ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. എന്നാ പറയും ഞാൻ മറ്റേ സംഖ്യയാണ് കൊങ്ങിയാണെന്ന് പറയും. സത്യം വിളിച്ച് പറയാൻ പാടില്ല. സത്യം വിളിച്ച് പറഞ്ഞാൽ അവൻ പാർട്ടിക്ക് എഗെയിൻസ്റ്റ്. നിഷ്പക്ഷനായിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റില്ല. അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നീ സംഖ്യയല്ലേ, നീ കൊങ്ങിയല്ലേ, നീ മറ്റവനല്ലേ, മറിച്ചവനല്ലേ, പിന്നെ ഒരു പട്ടം അങ്ങ് ചാർത്തി തരുവാണ്. അവനവൻ്റെ വീട്ടിൽ വരുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഇതിൻ്റെ വിഷമം എന്താണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം കേട്ടല്ലോ, ഏതോ ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന പ്രവർത്തകൻ, അയാളെ ആള് മാറി തല്ലിയതിൻ്റെ പേരിൽ അയാൾ പാർട്ടി വിട്ടു. അപ്പം ഇത്രയും കാലം അയാൾക്ക് ആ ചിന്ത വന്നില്ല. അപ്പം അവനവൻ അനുഭവം വരുമ്പോൾ മാത്രമേ മാറ്റങ്ങളുണ്ടാവൂ, മാറണമെന്ന് തോന്നുള്ളൂ, അല്ലേ? അവനവൻ്റെ വീടുകളിൽ സംഭവിക്കണം. അപ്പോൾ ജാഗരൂകരാകൂ, അപ്പോഴേ മനസ്സിലാക്കൂ. അതുവരെ ജയ് വിളിച്ച് നടന്നു.